കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത് ആര്യൻ തകർത്തടിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അനുശ്രീയും ആനന്ദും ഗോമതിയും ധർമ്മനും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് ബാലന്റെ വരവ്. പെട്ടെന്ന് ബാലൻ കടന്നു വന്ന് ആരും കണ്ടില്ല. പിന്നീടാണ് ബാലനെ അകത്തേക്ക് കയറിയപ്പോഴാണ് എല്ലാവരും കണ്ടത്. ഒരു നിമിഷം ആര്യന് സ്റ്റക്കായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കി. ഗോമതിക്കാണ് വെപ്രാളമായിപ്പോയി. ദൈവമേ, ബാലേട്ടൻ ഇനി എന്ത് പറയുമെന്തോ. ഈ സമയം ബാലൻ അകത്തേക്ക് കയറി വന്നിട്ട് ഓഹോ, അപ്പൊ ഇതാണ് ഇവിടെ പരിപാടിയില്ലേ? നിനക്കൊന്നും വേറെ ഒരു പണിയില്ലല്ലേന്ന് ചോദിക്കാം. ധർമ്മം പറഞ്ഞു, വേറെന്ത് പണി? ആരും ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കില്ലേ? നീ മിണ്ടാതെ പൊക്കണം അവിടുന്ന്. കഴിഞ്ഞ ദിവസം എന്നെ ഇവനോട് ഞാൻ പറഞ്ഞിരിക്കുന്നേ, ഇവനെ കളക്ടറാണ്, പഠിച്ചൊരു ഗവൺമെന്റ് ജോലി മേടിക്കണം, എന്നിട്ട് ഇവിടെ ഡാൻസും കൂത്തായിട്ട് ഇരിക്കുവല്ലേന്ന് ചോദിക്കുക. അനുശ്രീ ചോദിച്ചു, നിനക്കൊന്നും പഠിക്കാനില്ലേന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ അച്ഛൻ ഞാൻ ദേ കേറിപ്പൊടിയാത്ത അവള് കൂത്തും കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നു പറയണം. ഈ സമയം ആര്യം പറഞ്ഞു, എന്റെ അച്ഛ ഒരു ഡാൻസ് കളിക്കുന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? അവന്റെ ഡാൻസ് എടാ, ഈ സമയത്തൊക്കെ 2 വർഷം വായിച്ചു പഠിക്കാൻ നോക്ക്. അല്ലാതെ ഇങ്ങനെ ഡാൻസ് കളിച്ചാലൊന്നുമേ ഗവൺമെന്റ് ജോലി കിട്ടാനൊന്നും പോകുന്നില്ല. ഓ, ഈ അച്ഛൻ്റെ എന്ത് പറഞ്ഞാലും ഗവൺമെന്റ് ജോലി. ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, എനിക്ക് കളക്ടറൊന്നും ആവണ്ട. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് നീ കളക്ടറായി കണ്ടേ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ച അതിലൊരു മാറ്റില്ല. എന്നാലും ഗോമതി, നീ അവന് സൈഡ് നിൽക്കുള്ളൂ. നിനക്കെങ്കിലും ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വരായിരുന്നോ? അല്ല അത് പിന്നെ ബാലേട്ടാ, നീ കൂടുതലൊന്നും പറയണ്ട. അപ്പൊ ഞാനിവിടെ ഇല്ലാത്തപ്പോ നിങ്ങളെല്ലാരും കൂടി ഇതാ പരിപാടിയില്ലേ? എന്നെ കണ്ടു കഴിയുമ്പോ വേറൊന്നും, ഞാൻ ഇല്ലാത്തപ്പോ വേറൊന്നും. അയ്യോ അത് ബാലേട്ടാ, അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞു ഗോമതി ബാലിനെ സോപ്പിടാൻ ചെല്ലുന്നുണ്ട്. പക്ഷെ ബാലൻ മൈൻഡ് ചെയ്ത് അകത്തേക്ക് കയറിപ്പോവാ. ഈ സമയം ആര്യനോട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ, ഇനി ഇതിന്റെ ചീത്തയും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. എന്റെ അമ്മ എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കണേ? ഒരു ഡാൻസ് കളിച്ചെന്നോർത്ത് ആകാശം ഒടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അമ്മ അവിടെ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. ഈ സമയം സിനിമയ്ക്ക് പോയ മീനാക്ഷിക്കാണ് വല്ലാത്ത സങ്കടമായിരുന്നു. ആകാശിന്റെ ഒരു സ്വഭാവമൊക്കെ കണ്ടിട്ട് മീനാക്ഷിക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം ആകാശ് വളർന്നു വന്ന ആ ഒരു അവസ്ഥയിലാണ്. ഇതിനു മുമ്പ് സിനിമയ്ക്ക് പോവോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരു രൂപ പോലും ചെലവാക്കില്ല. പക്ഷെ മീനാക്ഷിയെ സംബന്ധിച്ച് വലിയ വലിയ മോഹങ്ങളുമായിട്ടാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നേ. അങ്ങനെ സിനിമ കാണാനായിട്ട് കയറിയിരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ സിനിമ തുടങ്ങി. ആകാശ് ഭയങ്കര ആസ്വദിച്ചിരിക്കുകയാണ്. ആസ്വദിച്ചിട്ട് സിനിമ കാണുന്നതിന്റെ ഇടയ്ക്ക് മീനാക്ഷി എന്താണ് ആകാശിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആകാശ് എന്ത് ചെയ്യുവാണ്, നേരെ നിവർന്നൊക്കെ ഇരിക്കുക. ഇതാണിപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. താൻ ആകാശിന്റെ ഭാര്യയാണ്. ആകാശ് ഒരു അകൽച്ച കാണിക്കുന്ന പോലെ മീനാക്ഷിക്ക് തോന്നുകയും ചെയ്തു. അങ്ങനെ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ മീനാക്ഷിയുടെ മോഹം വല്ലാതിരിക്കുന്ന കണ്ടപ്പോൾ ആകാശ് ചോദിച്ചു, അല്ല നിനക്ക് എന്ത് പറ്റി മോഹം വല്ലാതിരിക്കണേന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്താ കാര്യമുണ്ട്, എന്താണെങ്കിലും തുറന്നു പറ. അതെ, ഞാൻ ആകാശിന്റെ ആരാന്ന് ചോദിക്കുക. ആരാന്ന് ചോദിച്ചാൽ ഭാര്യ ആണല്ലോ, അല്ലാതെ നമ്മൾ 2 സ്കൂൾ കുട്ടികളൊന്നും അല്ലല്ലോ. അല്ല ഇപ്പോഴങ്ങനെ പറയാൻ കാരണം എന്താ? അതെ, ഞാൻ ആകാശിന്റെ കയ്യെ ഒന്ന് പിടിച്ചു നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, മനസ്സിലായോ? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ ഇച്ചിരി ചേർന്നിരുന്ന് ഓർത്തോണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊന്നും അല്ലാന്ന് പറയാ. അതിലിപ്പോ എന്താ സംഭവിച്ചേ? അല്ല, ഞാൻ ആ തിയേറ്ററിൽ വെച്ച് ആകാശിന്റെ അടുത്ത് നിന്ന് കയ്യിലൊക്കെ കയറി പിടിച്ചപ്പോ ആകാശിന് എന്താ വലിമയായിരുന്നു, അങ്ങ് നീങ്ങിയിരുന്ന് എന്താന്ന് ചോദിക്കാം. അല്ല പിന്നെ ഞാൻ നോക്കിയപ്പോ ആൾക്കാരൊക്കെ പിന്നെ ആൾക്കാര് എന്ന് വെച്ചിട്ട് ആൾക്കാർ നമ്മളെ നോക്കിയോണ്ട് അവിടെ ഇരിക്കുമല്ലേന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ആകാശ് പറഞ്ഞു, സോറി കേട്ടോ. പിന്നെ ഒരു സോറി എന്ത് കാണിച്ചാലും അവസാനം ഇത് തന്നെയാണല്ലോ. ഇങ്ങനെ പോയിട്ടുണ്ട്, എങ്ങനെ ആയിത്തീരുന്ന് എനിക്ക് അറിയത്തില്ല ആകാശം. സത്യം പറഞ്ഞ ജീവിതം ഹണിമൂണിന് പോകണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സിനിമാ തിയേറ്റർ വരെ എത്തി. അതൊരു സിനിമ കണ്ടതോ ഒന്നിനും കൊള്ളില്ലാത്ത ഒരു സിനിമയും കൂടെ. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ട ഇതൊക്കെ ചെയ്യാനായിട്ട് അതിന് പോലുള്ള സ്വാതന്ത്ര്യമില്ല. എനിക്ക് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് പറയാം. പോട്ടെ മോളെ, ഈ ഒരു സമയത്തേക്ക് നിന്നെ ഇടയ്ക്ക് പുറത്തൊക്കെ കൊണ്ടാവുന്നേ. പിന്നെ പുറത്ത് കൊണ്ടുപോയ തന്നെ മീനാക്ഷിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നു. പിന്നീട് അവര് വീട്ടിലേക്ക് തിരികെ വരുവാണ്. ഈ സമയം അനന്തനും അച്ഛനും ഭയങ്കര സന്തോഷത്തോടുകൂടി കൃഷ്ണമംഗലത്തേക്ക് കയറി വരുവാണ്. പെട്ടെന്ന് നന്ദിനി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, അല്ല രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അപ്പൊ അലോകം ഉണ്ടായിരുന്നു ആ കൂടെ. അലോകം പറഞ്ഞു, അതേ ഒരു സന്തോഷ വർത്താനം ഉണ്ട്, അതുമായിട്ടാ അച്ഛനും ചെറിയച്ഛനും കൂടെ വന്നേക്കെന്ന് പറയാ. സന്തോഷ വർത്താനോ? അതെന്ത് കാര്യ? ഈ സമയത്ത് ആനന്ദം പറഞ്ഞു, മിത്രമോൾക്ക് കല്യാണമായെന്ന് പറയാണ്. മിത്രയ്ക്ക് കല്യാണോ? അതെ, അവൾക്ക് നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്, അവളുടെ വിവാഹം കൂടെ ഉറപ്പിക്കാൻ തീരുമാനിച്ചു. നല്ല പയ്യനാ, നല്ല ജോലിക്കാരനാന്ന് പറയണം. ഇത് കേട്ടോണ്ടാ മിത്ര വന്നേ. മിത്രയെ പെട്ടെന്നൊരു ഞെട്ടുണ്ടായി. മിത്രയ്ക്കാണെങ്കിൽ മിഥുനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് വേറെ കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഓരോ കല്യാണങ്ങൾ വരുമ്പോൾ അതെല്ലാം ഉഴപ്പി വിട്ടുകൊണ്ടിരിക്കുന്നത്. മിത്രയ്ക്ക് പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയാ. ഈ സമയം മുത്തശ്ശിയുടെ മുഖവും മാറി. പെട്ടെന്ന് രാജേഷ് ചോദിച്ചു, അല്ല എവിടെയാ ചെറുക്കൻ എന്താന്നൊക്കെ ചോദിക്കണം. അപ്പൊ ചെറുക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ട് നമുക്ക് കല്യാണം നടത്തണം, നല്ല ഉത്സവം പോലെ.
അപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത് വന്നോണ്ട് പോലെയല്ല, വലിയ പന്തലൊക്കെ ഇട്ട് വലിയ പാട്ടും മേളവും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കണം, എല്ലാവരും ഒന്ന് അസൂയപ്പെടണം. ഇത് കേട്ടപ്പം അങ്ങനെ മുത്തശ്ശി പറഞ്ഞു, എടാ അത്രയ്ക്ക് ആഡംബരം വേണോ, അത്രയ്ക്ക് ആഡംബരം വേണോന്നോ? പിന്നെ എല്ലാവർക്കും അസൂയ തോന്നണം, അപ്പുറത്തെ ബാലിനൊക്കെ നോക്കി ചിരിക്കണം എന്നല്ല, നോക്കി അന്തം വിടണം, അതാ ചെയ്യണ്ടേ. ആദ്യത്തെ കല്യാണമല്ലേ ഈ കുടുംബത്തിലെ, അത് പോരാന്നിട്ട് അപ്പുറൊരു കല്യാണം നടന്നല്ലോ, ഒരു മനുഷ്യൻ പോലും അറിയത്തില്ലാത്തൊരു കല്യാണം. ഇതങ്ങനെയൊന്നും ആയിരിക്കില്ല, നാടൊട്ടൊക്കെ വിളിക്കണം, എല്ലാരെയും വിളിച്ചു വേണം, നല്ല ഗംഭീരമായിട്ട് സദ്യയൊക്കെ വെച്ച. മിത്രയുടെ മുഖം പെട്ടെന്ന് മാറി. എന്താ മിത്രം മോളെ, നിന്റെ മുഖം എന്താ പെട്ടെന്ന് വല്ലാതായത്? ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞ് മിത്ര അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അവൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നേ, അവള് പറഞ്ഞില്ലായിരുന്നു ഇപ്പൊ വിവാഹം അവൾക്ക് വേണ്ട, അവള് കുറച്ചുകൂടെ പഠിച്ചിട്ട് മതിയെന്ന്. എന്റെ അമ്മേ, ഇനി ഏത് സമയത്ത് അവൾക്ക് വിവാഹം നടക്കുന്നേ? മൂക്കി പല്ല് എടുത്തിട്ടോ? ഇപ്പൊ തന്നെ അവൾക്ക് പ്രായം എത്രയാന്നാ? എടാ അവൾക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയില്ല. അതെ, ഇപ്പൊ കല്യാണം നടത്തണം, അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പുന്നരിച്ചു വെച്ചോണ്ടിരുന്നോ ഒരുത്തിനെ, ഗോമതീനെ, എന്നിട്ട് അവള് ചാടിപ്പോയല്ലോ എടുത്തന്റെ കൂടെ. അതേ അവസ്ഥ ഇവളും ചെയ്യരുത്, അതുകൊണ്ടാ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം, അത് നല്ല രീതിയിൽ തന്നെ എന്ന് പറയണം. പിന്നെ മുത്തശ്ശിക്കൊന്നും പറയാനില്ലായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അങ്ങനെ കല്യാണത്തിന്റെ കാര്യമൊക്കെ ധർമ്മൻ അറിഞ്ഞു. ധർമ്മൻ ചെന്ന് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു, അതെ മിത്രയുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടില്ല, ഉടനെ തന്നെ കല്യാണം കാണുമെന്ന് പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ധർമ്മൻ വീട്ടിലേക്ക് വരുവാണ്. ധർമ്മന് വീട്ടിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം, അപ്പുറത്തെ മിത്രയുടെ കല്യാണം വന്ന്. ഇത് കേട്ടതും ഗോപിന്, ഓഹോ അപ്പൊ അതാണല്ലേ, ഭയങ്കര ഗംഭീരമായിട്ടായിരിക്കുമെന്നോ? പിന്നെ ഭയങ്കര പന്തലും ആഘോഷമൊക്കെ തന്നെ ആയിരിക്കും. ഇത് കേട്ടതും പെട്ടെന്ന് ഗോമതി, എടാ അന്ന് നിന്റെ കല്യാണം നമുക്ക് നടത്തിയാലോ? അതോടൊപ്പം തന്നെ എന്റെ കല്യാണോ? കൊള്ളാം, നല്ല കഥയപ്പോയി. എടാ അതെന്താ വർത്താനം നീ പറയണേ? അതുപോലെ തന്നെ അവര് ഗംഭീരമായിട്ട് കല്യാണം നടത്തിയെങ്കിൽ അതിനേക്കാളും ഗംഭീരമായിട്ട് നമുക്ക് നിന്റെ കല്യാണം ഇവിടെ ഉടനെ തന്നെ വെക്കാം. അതിന് പെണ്ണ് വേണ്ടെന്ന് ചോദിക്കണം, പെണ്ണിനെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നീട് ബാലനോട്, അല്ലേ ബാലേട്ടാ, ഇവൻ ഇത്രയും പ്രായമായില്ലേ, ഇവനെ എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹം കഴിപ്പിക്കണ്ടേ, ഇങ്ങനെ വിട്ടിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അല്ല ഗോമതി, അതിന് പെണ്ണ് വേണ്ടെന്ന് ചോദിക്കണം, പെണ്ണിനെ കണ്ടുപിടിക്കുക ഏതെങ്കിലും ബ്രോക്കറോട് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ പൊന്നു ദൈവമേ, എനിക്ക് വേണ്ട. ഇനി ഇപ്പൊ അത് പറഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കുടുംബക്കാരും തമ്മിൽ അടുത്ത വഴക്ക്. എടാ അത് പറയരുത്, ഇതിനേക്കാളും ഗംഭീരമായിട്ട് നിന്റെ കല്യാണം ഞങ്ങൾ ആർഭാടമായിട്ട് കൊണ്ടാടുമെന്ന് പറയാണ്. ഈ സമയം ബാലൻ പറഞ്ഞു, ഇവിടെ പലരെയും വിവാഹം അങ്ങനെ ആർഭാടമായിട്ട് കൊണ്ടാടാനായിട്ട് ഇരുന്നാ എന്ത് പറയാനാ, ഓരോരുത്തരൊക്കെ തോന്നിയാസം ഓരോ ഇതൊക്കെ എടുത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയണം. അത് ആകാശിനിട്ടുള്ള കൊട്ടായിരുന്നു കുട്ടിയത്. പക്ഷെ ആകാശം ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, കാരണം തനിക്ക് സ്നേഹിച്ച പെണ്ണിനെ കിട്ടി, അത് മാത്രം മതി. മീനാക്ഷി ആണെങ്കിൽ നല്ലൊരു പെൺകുട്ടിയാന്ന് ആകാശിനെ അറിയുകയും ചെയ്യായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പം ആകാശിനും മീനാക്ഷിയോട് ആനന്ദൊക്കെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുക. ആകാശ് പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു. മീനാക്ഷി കുഴപ്പമില്ലായിരുന്നു, ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു സിനിമ, അത് കാണിക്കാനായിട്ടാ എന്നെ കൊണ്ട് പോയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചിയമ്മേ, നിങ്ങളല്ലാതെ ഈ സിനിമയ്ക്കൊക്കെ പൊട്ട സിനിമയ്ക്കൊക്കെ പോവുള്ളോ? അതെന്ത് ചെയ്യാനാ? അച്ഛൻ ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലേ, പിന്നെ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലോ, ഞങ്ങളുടെ ഹണിമൂൺ യാത്രയല്ലായിരുന്നെന്ന് ചോദിക്കുക. ആകാശ് പറഞ്ഞു, അതെ ഇങ്ങനെയൊന്നും പറയല്ലേ മീനാക്ഷി, പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ പറയണേ? ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് സമനില തെറ്റുന്നുണ്ടോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ആര്യൻ ആകാശിനോട് പറഞ്ഞു, അല്ല ഏട്ടത്തിയമ്മ പറഞ്ഞാലും കാര്യമില്ലേ, ഏട്ടത്തിയമ്മയ്ക്ക് ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലേ, അച്ഛനോട് ധൈര്യമായിട്ട് പറയണം ഹണിമൂണ് പോകണമെന്ന്, എന്തിനാ എങ്ങനെ മറച്ചു പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലോന്ന് പറയണം. ശരി എന്ന് പറഞ്ഞ ആകാശം അങ്ങനെ പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മീനാക്ഷിയാണ് ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇന്ന് ഓഫീസിലേക്ക് പോകാം, ആ ഒരു തീരുമാനത്തോടു കൂടി മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോവാണ്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ വെച്ച് അച്ഛനെയും അമ്മേനെയും കാണുന്നത്. മീനാക്ഷിനെ അച്ഛനെയും അമ്മേനെയും കാണുവാണ്. അവരെ കണ്ടത് മീനാക്ഷി ഒരു നിമിഷം നിന്നു, കാരണം അച്ഛനെയും അമ്മേലെ കണ്ടു കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു വിഷമ സങ്കടമൊക്കെ മനസ്സിൽ വന്നു. പെട്ടെന്ന് രവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വെച്ചു, അച്ഛാന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഇത് കേട്ട രവി ചുറ്റും നോക്കി, എന്നോട് ചോദിച്ചു, അച്ഛനോ? ആരുടെ അച്ഛൻ? നീ എന്നെ അച്ഛാന്ന് വിളിക്കുന്നോ? അതിന് നീ എന്റെ മകളൊന്നുമല്ല, പിന്നെ നീ എന്തിനാ അച്ഛാന്ന് വിളിക്കണമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് മീനാക്ഷിയുടെ അമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കും. അമ്മേ നീ കൂടുതലൊന്നും പറയണ്ട, പറയാൻ നീ തൊഴാൻ വന്നാണെങ്കിൽ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നോക്ക്. വഴിയിൽ അങ്ങനെ പലരും കാണും, അവരെല്ലാം കയറി അച്ഛനെന്നും അമ്മയെന്നും വിളിക്കാനും പോകണ്ട. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ലെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയതാ, അത് പണ്ടേ കണക്ക് കൂട്ടിയ കാര്യങ്ങളാ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ, കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ മുഖത്ത് കരിവാരി തെച്ചിട്ട് പോയോളാ നീ, അത്ര മാത്രം താലോചിച്ച് വളർത്തിയതാ. എന്നിട്ട് ഒരുത്തനെ കണ്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം കൊണ്ട് നീ അങ്ങ് ചാടി പുറപ്പെട്ടിരിക്കുന്നു. കാണിച്ചു തരുന്നുണ്ടോ നിന്നെ ഞങ്ങള്? കണ്ടു, ഈ മേലെ ആ പഠിക്കാത്ത പോലും കയറിയേക്കില്ല, എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയെന്നും അച്ഛാന്ന് വിളിച്ചോണ്ട് വരിക പോലും ചെയ്തേക്കരുത്. ഞങ്ങൾക്ക് ഇങ്ങനെ മകളില്ല, രവിയേട്ടൻ പറഞ്ഞാലേ എനിക്കും പറയാനുള്ളേ എന്നും പറഞ്ഞുകൊണ്ട്
അവരുടെ കാർക്കരയും കൂടി പോവാണ്. മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടം വന്നു. അങ്ങനെ മീനാക്ഷി അങ്ങ് നടക്കുമ്പോഴാണ് മിത്ര ഇങ്ങനെ വരുന്നത്. മിത്ര കേട്ട് ഈ പറയുന്നതല്ല. മീനാക്ഷിക്കാണ് വല്ലാത്ത സങ്കടവും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.